അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ചെറിയ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിന്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതിൽ ഒരു സൃഷ്ടിനെയും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ലെങ്കിൽ ഒരു പടച്ച റബ്ബ് ശപിക്കുന്നില്ല. ആ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആണുങ്ങൾ പെണ്ണിൻ്റെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിൻ്റെ ഉടമയാണ് എന്നാണ് പറയുന്നത്. ശരിയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ നിറകുടമായിരുന്നു. തൻ്റെ ഉമ്മത്തിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. മുത്തുനബി വരാനിരിക്കുന്ന തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് വഫാത്തിൻ്റെ വേളയിൽ പോലും അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടാണ്. നാളെ പരലോകത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റസൂലുള്ള ഉമ്മത്തിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേവലാതിപ്പെടുന്നത് എന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലഅനല്ലാഹു വൽ മലായികതു റജുലുൻ തഅന്നസ് വംറഅതൻ തദക്കറത്. ഒരു മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലഅനല്ലാഹു വൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മലക്കുകളും ശപിച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തെ. റജുലുൻ തഅന്നസ്, പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുന്ന പുരുഷനെ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മലക്കുകളും ശപിച്ചിട്ടുണ്ട്. പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുക. സത്യം പറഞ്ഞാൽ ഒരു പുരുഷൻ മുടി നീട്ടി വളർത്തി അത് പെണ്ണിൻ്റെ രൂപത്തിലാണ് നടക്കുന്നതെങ്കിൽ അതും തെറ്റാണ്. ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി എത്രയായിരുന്നു? അത് കഴുത്തിൻ്റെ ഈ ഒപ്പം വെച്ചിട്ട് വെട്ടലായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്, അല്ലേ? അതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിലും ഉപരിയായിട്ട് പല രൂപത്തിൽ മുടി അവിടുന്ന് വളർത്തി പല രൂപത്തിൽ നടക്കുന്നത് കാണാം. അത് ഒരിക്കലും സുന്നത്താണ്. മുടി വളർത്തുന്നതിനെ പല രൂപത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. എല്ലാം കൂടെ സുന്നത്തേക്ക് നടക്കണ്ട, അതിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് നോക്കുക. ആഭരണങ്ങളിൽ എന്താണ് ഹലാലുള്ളത്? അല്ലെ, വെള്ളി മോതിരമാണ് അല്ലാഹു തആല ഹലാലാക്കിയിട്ടുള്ളത്. ഇനിയോ ചെയിനുകളിടും ചില ആളുകൾ, മാലകളിടും ചില ആളുകൾ, അല്ലേ, പുരുഷന്മാർ. ഇതൊന്നും ഒരിക്കലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലാലാക്കിയിട്ടില്ല. പെണ്ണിനെ അല്ലാഹു തആല ഹലാലാക്കിയതാണ് ആഭരണങ്ങൾ, അത് വളയും മാലയും മോതിരങ്ങളൊക്കെ ഉണ്ടല്ലേ. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. വെള്ളി മോതിരം മാത്രമാണ് പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയിട്ടുള്ളത്. മനസ്സിലാക്കണം നമ്മൾ. അത് പെണ്ണിനെയും ആണിൻ്റെയും വേർതിരിവിന് വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണത്. ഇപ്പോൾ ഞാൻ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ചില ആളുകളൊക്കെ എനിക്ക് എതിരെ കമൻ്റ് ഇടുന്നവരുണ്ടാകും, ഈ വിഷയങ്ങൾക്കെതിരെ കമൻറ്റിൽ പറയുന്നവരുണ്ടാകും. ഇത് പറയുന്നത് വിശ്വാസികളോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാത്തവർക്ക് അവരിഷ്ടം പോലെ ജീവിക്കാം. പരിശുദ്ധ ദീനിനെ പറയലും പരിചയപ്പെടുത്തലും എൻ്റെ പ്രിയമുള്ളവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടമയാണ്. ഇത് എനിക്കെന്ന് മാത്രമല്ല, പരിശുദ്ധ ദീനിനെ പഠിച്ച ഒരാൾക്ക് എല്ലാവർക്കും ഇത് കടമയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട്, വംറഅതൻ തദക്കറത്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പുരുഷൻ പെൺവേഷം കെട്ടുന്നത് പോലെ തന്നെ ഒരു സ്ത്രീ ആണിൻ്റെ വേഷത്തിൽ നടക്കലും അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവും അവൻ്റെ മലക്കുകളും ശപിച്ച വിഭാഗമാണ് എന്ന്. ആരും അത് ഇല്ല എന്ന് പറയണ്ട. ഒരിക്കലും ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ എന്ന് നമ്മൾ പറയണ്ട. അത് പറയാൻ നമുക്ക് അവകാശമില്ല. നമുക്കറിയാം, ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ, മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഈ പുസ്തകത്തിൽ തന്നെ ചെറിയ ക്ലാസ്സുകൾ ഈ വിഷയം ചർച്ച നടത്തിയിട്ടുണ്ട്, അല്ലേ? ചെറിയ ക്ലാസ്സുകൾ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഏതൊരാളും ചോദിച്ചാൽ ഈ ഒരു ഹദീസ് എല്ലാവരും പറയും. എന്താ, ചെറുപ്പം മുതൽക്കേ ഇത് എല്ലാവരും കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കലാണ്, ഒന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയലാണ്, ദീനിനെ നിഷേധിക്കലാണ്, അള്ളാഹിനെ നിഷേധിക്കലാണ്. ഇതിലേക്കൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു വാക്ക് എത്തപ്പെടും. നമ്മളെന്തേ പറയുന്നുള്ളൂ? ഇതൊന്നും ഇല്ല എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ദീനിനെയും അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നിഷേധിക്കുന്ന രൂപത്തിലേക്കാണ് ആ ഒറ്റ വാക്ക് കൊണ്ട് എത്തപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ അവഹേളിക്കുന്ന രൂപത്തിൽ പ്രചരണങ്ങൾ ഉണ്ടാക്കരുത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ഇല്ല എന്ന് പറയരുത്. അത് ജീവിതത്തിൽ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ പെണ്ണ് വേഷം കെട്ടുന്ന വിഷയം പറഞ്ഞു.
അത് വസ്ത്രധാരണയാകാം, ഏത് രൂപത്തിലാകാം, അതാണ് ധരിക്കുന്നതല്ലേ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണ് ധരിക്കുന്ന അതൊരാണല്ലേ സാധാരണ ധരിക്കൽ എന്ന് നമുക്ക് തോന്നുന്നൊരു വസ്തു ഒരു പെണ്ണ് ധരിച്ചാൽ, അല്ലെങ്കിൽ ഒരു പുരുഷൻ ധരിച്ചു പോകുന്ന സാധനം ഇതൊരു പെണ്ണല്ലേ സാധാരണ ധരിക്കൽ എന്ന് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കൽ ഏറ്റവും ഉത്തമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നൽകട്ടെ, നല്ല രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സന്തോഷമുള്ള, സുഹൃതമുള്ള, ആനന്ദമുള്ള അവസരങ്ങൾ അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കി അവൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാസ്തവമാക്കി ജീവിക്കുന്നവരിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.